ഹായ്, അബൂരിക്കോടാണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായ് പദ്ധതിയും സർക്കാരിനെതിരെ നിരവധി അനാവശ്യമായ ആരോപണങ്ങളും അപവാദ പ്രചരണങ്ങളൊക്കെ അടിച്ചിറക്കിയിട്ടും അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ അടവാണ് ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ BJP വളരും എന്നത്. ഏതോ ഒരു പത്രമൊക്കെ അതൊരു വാർത്തയായിട്ടൊക്കെ കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. കോൺഗ്രസിനെ ജയിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ BJP വളരും എന്നാണ് ആ പത്രവാർത്ത. സത്യത്തിൽ ഇങ്ങനെ അങ്ങ് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ അധികാരമോഹികളായ ഞങ്ങളൊക്കെയും BJPയിലേക്ക് ചേക്കേറും, എന്നിട്ട് ഞങ്ങൾ BJP ഇവിടെ ഉണ്ടാക്കും എന്ന് നിങ്ങൾ പരസ്യമായിട്ട് തുറന്നു പറയാത്തത് എന്താണ്? അതാണല്ലോ രാജ്യത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നിയമസഭയിൽ UDFന്റെ MLA മാരായാലും നിയമസഭയ്ക്ക് പുറത്ത് സംസാരിക്കുന്ന UDFന്റെ നേതാക്കന്മാരായാലും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും സൈബർ പോരാളികളായാലും ഒക്കെ കുറച്ചു കാലങ്ങളായി ഇടതുപക്ഷത്തിന് ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ത്രിപുരയിലെ ഇടതുപക്ഷത്തിന്റെ പരാജയം. ഇടതുപക്ഷം ത്രിപുരയിൽ തോറ്റുപോയില്ലേ എന്നാണ് അവർ പറയുക. അതുകൊണ്ട് നിങ്ങളെ കേരളത്തിൽ നിന്നും അങ്ങ് ഇല്ലാണ്ടാക്കും എന്നൊക്കെയാണ് പറയുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ത്രിപുരയിൽ സംഭവിച്ചത്? കണക്കുകൾ സംസാരിക്കും. 2008 ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് 46 സീറ്റുകളാണ് ഇടതുപക്ഷം ജയിച്ചത്. 10 സീറ്റുകളിൽ അവിടെ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അന്നത്തെ വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 48.01% ഇടതുപക്ഷത്തിനും 36.38% കോൺഗ്രസിനും അവിടെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 49 സീറ്റുകൾ ഇടതുപക്ഷം ജയിക്കുകയാണ്, 10 സീറ്റുകൾ കോൺഗ്രസും ജയിക്കുകയാണ്. അന്നത്തെ വോട്ട് ഷെയർ പരിശോധിക്കുമ്പോൾ 48.11% ഇടതുപക്ഷത്തിനും 36.53% കോൺഗ്രസിനും വോട്ട് ഷെയർ ഉണ്ടാവുകയാണ്. പക്ഷേ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം 10 സീറ്റുകൾ അതിനു മുമ്പേ നടന്ന 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനം 36.53% വോട്ട് ഷെയർ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിത്രത്തിലെ ഇല്ലാതാവുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 2018 അവിടെ 36 സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണ്. 16 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ആ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുമ്പോൾ 41.5% വോട്ട് ഷെയർ BJPക്കും 42.22% വോട്ട് ഷെയർ ഇടതുപക്ഷത്തിനും അവിടെ ഉണ്ടാവുകയാണ്. 2018 മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും 1 സീറ്റ് പോലും ജയിക്കാത്ത പാർട്ടിയായിരുന്നു BJP. കേവലം 5% താഴെ മാത്രം വോട്ട് ഷെയർ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു BJP. ആ BJP ആണ് വളരെ പെട്ടെന്ന് 41.5% എത്തുന്നത്. അതിനു മുമ്പേ നടന്ന 2 തെരഞ്ഞെടുപ്പിലും 36% കൂടുതൽ വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ടുകൾ 2% ചുരുങ്ങുകയാണ്. ബാക്കി കോൺഗ്രസ് വോട്ടുകളൊക്കെ എവിടെ പോയി എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത്: ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളൊക്കെ BJPക്കാരായി മാറും എന്നത്. മനസ്സിലായോ? കോൺഗ്രസുകാരൊക്കെ അങ്ങ് ഒറ്റയടിക്ക് BJPയിലേക്ക് പോകുന്നു. പ്രബുദ്ധ കേരളത്തിൽ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കോൺഗ്രസുകാർ കേരളത്തിലും അത് സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണവും അവർ നമ്മുടെ മുന്നിൽ നേരത്തെ തന്നിട്ടുണ്ട്. നേമം എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മണ്ഡലം. ഇതുപോലെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2006 നേമം മണ്ഡലത്തിനകത്ത് വിജയിക്കുന്നത് കോൺഗ്രസ് ആണ്. 60,884 വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 2006 നേമത്ത് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥിക്ക് അന്ന് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 50,135 വോട്ടുകളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് 2006 തെരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടായിരുന്നത് കേവലം 6,705 വോട്ടുകൾ മാത്രമാണ്. 2011 തെരഞ്ഞെടുപ്പ് വരുന്നു. ഇടതുപക്ഷത്തിന് 50,076 വോട്ടുകൾ ഉണ്ടാകുന്നു. ഇടതുപക്ഷം ജയിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ അവിടെ 2ാം സ്ഥാനത്തെത്തുന്നു. 43,661 വോട്ടുകൾ. 6,000 വോട്ടുണ്ടായിരുന്ന BJPക്ക് 2011 43,000 വോട്ടുകളായി മാറുന്നു. 60,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന് 2011 20,000 വോട്ടുകളാവുന്നു. എങ്ങനെയാണ് 43,000 വോട്ടിലേക്ക് BJP എത്തിയത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനുണ്ടായിരുന്ന 60,000 എങ്ങനെ 20,000 ആയി എന്ന് നോക്കിയാൽ മതി. ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന 50,000 2006 ഉണ്ടായിരുന്നത് 2011 ഉണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവിടെ വിജയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 2016 തെരഞ്ഞെടുപ്പ് വരുന്നു. BJPക്ക് 67,813 വോട്ടുകളാകുന്നു. BJP നേമത്ത് ജയിക്കുന്നു.
ഇടതുപക്ഷത്തിന് 59,142 വോട്ടുകൾ ഉണ്ടാകുന്നു. 50,000 വോട്ടുകൾ ഉണ്ടായിരുന്ന ഇടതുപക്ഷം 59,000 വോട്ടാക്കി അത് വർദ്ധിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, UDFന്റെ വോട്ട് എത്രയാണ്? കോൺഗ്രസിന്റെ വോട്ട് എത്രയാണ്? 13,860. 2006 60,000, 2011 20,000, 2016 13,000. അതാണ് നേമത്തെ കോൺഗ്രസിന്റെ വോട്ടിന്റെ കണക്ക്. നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. എന്നാൽ 2006 6,000 വോട്ടുണ്ടായിരുന്ന BJP 11 43,000 ആകുന്നു, 16 67,000 ആകുന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ ഒന്നാകെ ഒറ്റയടിക്ക് BJPയിലേക്ക് അങ്ങ് പോകുന്നു. ഇടതുപക്ഷം അപ്പോഴും അവിടെ അതിന്റെ ആ ഇടതുപക്ഷത്തിന്റെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 50,000 ഉണ്ടായിരുന്ന 59,000 മാറി 2016 ആയപ്പോഴേക്കും. പുതിയ വോട്ടുകൾ വന്നതൊക്കെ കണക്ക് കൂട്ടി നോക്കിയാൽ പോലും ഇടതുപക്ഷം മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പരസ്യമായിട്ട് കാണാൻ കഴിയുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ഒറ്റയടിക്ക് BJPയിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു എന്നതാണ്. ഇതാണ് കോൺഗ്രസുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായിട്ട് അവർ പറയുന്നത് ഇതാണ്: ഞങ്ങൾ അധികാരത്തിലെത്തിയില്ലെങ്കിൽ BJP വളരും എന്ന് പറഞ്ഞാൽ അതിന്റെ മാന വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമാണ്. ഞങ്ങളെ ജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളൊക്കെ BJPയിലേക്ക് പോകും എന്നു തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നമ്മൾ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ത്രിപുരയിൽ സംഭവിച്ച പ്രശ്നം, ത്രിപുരയിലെ കോൺഗ്രസുകാർ കാണിച്ച അബദ്ധം, BJPയെ വളർത്താൻ വേണ്ടി കോൺഗ്രസ് വോട്ടുകളൊന്നാകെ BJPക്ക് മറിച്ചുകൊണ്ട് അവിടെ BJP അധികാരത്തിലെത്തിച്ച് ആ നാടിനെ വർഗീയവൽക്കരിക്കാൻ, ആ നാടിനെ കോർപ്പറേറ്റ് ആ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതേ ശ്രമങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകെയുള്ള പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക, അത്രേ പറയുന്നുള്ളൂ. ഈ നാട് ഇതുപോലെ കരുത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഈ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നവർ നാട് ഭരിക്കണമെന്നുണ്ടെങ്കിൽ, ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങൾ വരുന്ന സമയത്തും പ്രശ്നങ്ങൾ വരുന്ന സമയത്തും മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും രാഷ്ട്രീയം സംസാരിച്ച് നമ്മളെയൊക്കെ ചേർത്തു പിടിച്ച് കരുത്തോടെ നയിക്കാൻ കഴിയുന്നവർ ഈ നാട്ടിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം അനിവാര്യമാണ്. രാജ്യത്താകെ വർഗീയവൽക്കരണത്തിലേക്കും കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്കും കാവ്യവൽക്കരണത്തിലേക്കും നീങ്ങിക്കൊണ്ട് മതന്യൂനപക്ഷങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം നാട് ഭരിക്കുമ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നവർ നാട് ഭരിക്കേണ്ടതുണ്ട്. അതിനിടതുപക്ഷം ശക്തിയാർജിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ജനാധിപത്യം തെരുവിൽ പിച്ചു ചീന്തപ്പെടുന്ന കാലത്ത്, മതനിരപേക്ഷത വലിച്ചെറിയപ്പെടുന്ന കാലത്ത്, ഭരണഘടന തോട്ടിലെറിയപ്പെടുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, ഇന്ത്യയെ സംരക്ഷിക്കാൻ, കേരളത്തെ കരുത്തോടെ നയിക്കാൻ ഇടതുപക്ഷം അനിവാര്യമാണ് എന്ന ബോധമാണ് വേണ്ടത്. മതനിരപേക്ഷ വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇടതിന് കരുത്തു പകരാൻ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.